എന്താണ് സ്വാഗ് ഗ്യാപ്പ്? ബന്ധങ്ങൾക്കിടയിലെ അദൃശ്യ വിടവ്. അതെങ്ങനെ ഒരു വ്യക്തിയെയും അവരുടെ പ്രണയത്തെയും ജീവിതത്തെയും മാനസിക ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നു? ജെൻസി സംഭാഷണങ്ങളിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് സ്വാഗ് ഗ്യാപ്പ്. നമ്മൾ എല്ലാവരും സ്വന്തം ജീവിതത്തിലെ നല്ല അധ്യായങ്ങൾ മാത്രം പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പ്രണയം എന്നത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം മാത്രമല്ല. പങ്കാളിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെ തന്നെ എങ്ങനെ അളക്കുന്നു എന്നതിനെ ആശ്രയിച്ചു കൂടിയിരിക്കും. പങ്കാളിയുടെ ആകർഷണീയത, ആത്മവിശ്വാസം അല്ലെങ്കിൽ സാമൂഹികമായ സാന്നിധ്യം എന്നിവ നിങ്ങളെ ചെറുതാക്കി മാറ്റുന്നുണ്ടോ? അവർ ബോധപൂർവം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ഈ അസന്തുലിതാവസ്ഥ ഒരു പുതിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതാണ് സ്വാഗ് ഗ്യാപ്പ്. ആധുനിക ബന്ധങ്ങളെയും മാനസികാരോഗ്യത്തെയും സ്വാഗ് ഗ്യാപ്പ് എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. എന്താണ് സ്വാഗ് ഗ്യാപ്പ്? ശരിക്കും പറഞ്ഞാൽ ആത്മബലത്തിലെ അന്തരം. മനഃശാസ്ത്രപരമായി ഇതിന് ആഴത്തിലുള്ള അർത്ഥമുണ്ട്. സ്വാഗ് ഗ്യാപ്പ് എന്നത് പണത്തെക്കുറിച്ചോ ഫാഷനെക്കുറിച്ചോ ജനപ്രിയതയെക്കുറിച്ചോ ഉള്ളതല്ല. ഒരു പങ്കാളി മറ്റൊരാളുടെ അടുത്ത് സ്വയം ചെറുതായി തോന്നാൻ തുടങ്ങുന്ന ആ അദൃശ്യമായ അസന്തുലിതാവസ്ഥയാണത്. സഭ ഫാമിലി ഫൗണ്ടേഷന്റെ സ്ഥാപകയും മനഃശാസ്ത്രജ്ഞയുമായ ഡോക്ടർ മാലിനി സഭയുടേതാണ് ഈ വിശദീകരണം. പങ്കാളിയുടെ ആത്മവിശ്വാസം, പൊതുവേദികളിൽ ഇടപഴകാനുള്ള കഴിവ് അല്ലെങ്കിൽ കരിയറിലെ നേട്ടങ്ങൾ എന്നിവ നിങ്ങൾ നിങ്ങളുടേതുമായി താരതമ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്വാഗ് ഗ്യാപ്പ് അനുഭവിച്ചിരിക്കാം. ഇത് ബോധപൂർവമായ ഒരു വേർതിരിവൊന്നുമല്ല. ഒരു വ്യക്തി അവരുടെ മൂല്യം പങ്കാളിയുടേതുമായി അളക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബന്ധത്തിന്റെ അന്തരീക്ഷമേ മാറും. അവിടെ മത്സരബുദ്ധി രൂപപ്പെടുകയും താരതമ്യം പതിവാകുമ്പോൾ ഒരാൾക്ക് താൻ പങ്കാളിയേക്കാൾ താഴ്ന്നതായി തോന്നുകയും ചെയ്തേക്കാം. പങ്കാളി കൂടുതൽ ഒതുക്കമുള്ളവരായും ബഹുമാനിക്കപ്പെടുന്നതുമായി കാണുമ്പോൾ മറ്റേയാൾക്ക് പ്രാധാന്യം കുറയുന്നതായി തോന്നിയേക്കാം. ലൈക്കുകളുടെയും ഇംപ്രഷനുകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ അളക്കാനും തുടങ്ങും. ലൈക്കുകൾക്കും അംഗീകാരത്തിനുമുള്ള നിരന്തരമായ അന്വേഷണം അപരിചിതരുമായി മാത്രമല്ല, ബന്ധങ്ങൾക്കുള്ളിൽ തന്നെ താരതമ്യത്തിനും ഇടയാക്കും. ഇത് ആത്മാഭിമാനം കുറയ്ക്കുകയും ഉത്കണ്ഠയ്ക്കും വിഷാദരോഗത്തിനും വഴിവെക്കുകയും ചെയ്യും. സ്വാഗ് ഗ്യാപ്പ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്കൊപ്പം നിഴൽ പോലുള്ള പങ്കാളി അകലാനും സ്വന്തം മൂല്യത്തെ ചോദ്യം ചെയ്യാനും സ്വയം സംരക്ഷിക്കാൻ വൈകാരികമായി അകലുകയും ഒക്കെ ചെയ്യാം. നിരന്തരം പിന്നാലെ പോകേണ്ടി വരുന്നുവെന്ന തോന്നൽ അകൽച്ചയ്ക്കും മടുപ്പിനും ഇടയാക്കും. പങ്കാളിയുടെ നിലവാരത്തിനൊത്ത് ഉയരാൻ കഴിയുമോ എന്ന ചിന്ത ഉത്കണ്ഠ കൂട്ടുകയും വിഷാദ രോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യാം. ഈ അവസ്ഥയുടെ അനന്തരഫലമാണ് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുക. ഉറക്കമില്ലായ്മ, ദേഷ്യം, തങ്ങളോടുള്ള അസംതൃപ്തി പങ്കാളിയോടുള്ള ദേഷ്യമായി മാറുക, സാമൂഹികമായ ഇടപെടലുകളിൽ നിന്നുള്ള പിൻവാങ്ങൽ, വൈകാരികമായ സംഘർഷങ്ങൾ എല്ലാം വ്യക്തിയെ സാരമായി തന്നെ ബാധിക്കും. സ്വാഗ് ഗ്യാപ്പ് കാരണം പങ്കാളിയേക്കാൾ കൂടുതൽ ശോഭിക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരിക. വൈകാരികമായോ തൊഴിൽപരമായോ സ്ത്രീകൾ നേതൃത്വമെടുക്കുന്നതിനെ പലപ്പോഴും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് കാരണം. ബന്ധങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്താൻ ചില സ്ത്രീകൾ അവരുടെ നേട്ടങ്ങളെ കുറച്ചു കാണാൻ നിർബന്ധിതരാകേണ്ടി വരുന്നതായും വിദഗ്ധർ പറയുന്നു. എന്നാൽ സ്വന്തം നേട്ടങ്ങളെ അംഗീകരിക്കാനും നിലനിർത്താനുമാണ് സ്ത്രീകൾ ശ്രമിക്കേണ്ടത്. പുരുഷൻ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിജയമായി കാണുന്ന സമൂഹം സ്ത്രീ നേട്ടം കൈവരിക്കുമ്പോൾ അത് ഭർത്താവിന്റെ നിഴലിലാക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം തുടങ്ങുക. സ്വാഗ് ഗ്യാപ്പ് എന്ന അദൃശ്യമായ വിടവ് എങ്ങനെ മറികടക്കാനാകും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനായി തങ്ങളിൽ അത്തരത്തിലുള്ള വിടവുണ്ടെങ്കിൽ അംഗീകരിക്കുകയാണ് ആദ്യം വേണ്ടത്. പങ്കാളിയുടെ നേട്ടം തൻ്റേതു കൂടിയാണെന്ന് മനസ്സിലാക്കിയാൽ ഈ ഗ്യാപ്പ് മറികടക്കാനാകും. ഇത്തരം അവസ്ഥ മറികടക്കാൻ ചില തെറാപ്പികളുമൊക്കെയുണ്ട്. അതിലൊന്നാണ് ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പി. പങ്കാളികൾക്കിടയിൽ അനുകമ്പ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതാണിത്. എന്തിനാണ് പങ്കാളി ചെറുതാകാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവർക്ക് ഇത്രയധികം സോഷ്യൽ അംഗീകാരം ആവശ്യമുള്ളത് എന്ന് പരസ്പരം മനസ്സിലാക്കുക. മറ്റൊന്ന് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. സ്വയം വിമർശനാത്മകമായ ചിന്തകളെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ രീതി. തന്നെ സ്നേഹിക്കാനും പങ്കാളിക്ക് വിലമതിക്കാനാകുന്ന വ്യക്തിയാണ് താനെന്നും സ്വയം ബോധ്യപ്പെടുത്തുക. സ്വാഗ് ഗ്യാപ്പ് എന്നത് ആധുനിക ബന്ധങ്ങളുടെ സങ്കീർണതയുടെ ഒരു ലക്ഷണം കൂടിയാണ്. സോഷ്യൽ മീഡിയയുടെ മിന്നുന്ന ലോകം ഈ വിടവിനെ കൂടുതൽ ആഴത്തിലാക്കും. തുല്യതയുടെ കണക്കെടുപ്പല്ല, പരസ്പരം ഉയർത്താനും ഒരാളുടെ ശക്തി മറ്റൊരാളുടെ ബലഹീനതകളെ താങ്ങി നിർത്താനും കഴിയുന്നതാകണം. ഓരോ വ്യക്തിക്കും അവരവരുടെ സ്വഭാവത്തിലും കഴിവുകളിലും വ്യത്യസ്തരാണ്. അത് അംഗീകരിക്കുന്നിടത്താണ് സ്വാഗ് ഗ്യാപ്പ് എന്ന അദൃശ്യമതിൽ തകരുന്നത്.